Hello everyone, welcome back to my YouTube channel. Hello everyone, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇസ് മൈ ലിപ്സ്റ്റിക് ഹോൾ. എൻ്റെ അടുത്ത് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ വരുന്ന ഭൂരിഭാഗം മെസ്സേജുകളും എൻ്റെ മുടി എന്ത് ട്രീറ്റ്മെൻറ്റാണ് ചെയ്തിരിക്കുന്നത്, ഏത് ലിപ് ഷെയ്ഡാണ് ഉപയോഗിക്കുന്നത്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്. മുടിയുടെ കാര്യം പറഞ്ഞ് എനിക്ക് തന്നെ മടുപ്പായി തുടങ്ങി. സോ ഞാൻ അതിൻ്റെ വീഡിയോ ഇൻസ്റ്റഗ്രാമിലും ഇട്ടിട്ടുണ്ട്, യൂട്യൂബിലും ഇട്ടിട്ടുണ്ട്. ഞാൻ പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളും ഒന്നും ചെയ്തിട്ടില്ല. ഇത് ജസ്റ്റ് ഞാൻ എൻ്റെ ഒരു ഹെയർ കെയറിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തുകൊണ്ട് എൻ്റെ അടുത്ത ഏറ്റവും കൂടുതൽ ചോദിച്ച ചോദ്യമാണ് ലിപ് ഷെയ്ഡ് ഏതാണെന്നുള്ളത്. ഇത് ഞാൻ മുന്നേ ഒരു കാര്യം പറയാം, ഞാൻ ഒറ്റ ഒരു ലിപ്സ്റ്റിക്ക് അല്ല ഉപയോഗിക്കുന്നത്. ഞാൻ 2-3 ലിപ് ഷെയ്ഡ്സ് മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ കൂടുതലായിട്ടും എൻ്റെ ഒരു എപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് ഒരു മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ആയിരിക്കും കൂടുതലായിട്ടും. പിന്നെ എനിക്ക് കൂടുതലായിരിക്കും ഡാർക്ക് ഷെയ്ഡ്സ് എനിക്ക് അത്ര താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ. എൻ്റെ കൂടുതലായിട്ടും ന്യൂഡ് ഷെയ്ഡ്സ്, അതുപോലെ തന്നെ സ്കിൻ ടോൺ, അതുപോലെ തന്നെ ഒരു പിങ്ക് ആണെങ്കിൽ ഒരു ലൈറ്റ് ഒരു കൈൻഡ് ഓഫ് പിങ്ക് ഉണ്ട്, ആ പിങ്ക് മാത്രമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. കൂടുതലായിട്ട് റെഡ്, അതുപോലെ തന്നെ പിന്നെ ബ്രൗൺ എനിക്ക് ഇഷ്ടമുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. ഞാൻ ഡാർക്കായിട്ട് ആകെ ഉപയോഗിക്കുന്ന ഒരു ബ്രൗൺ ആണ്, ഒരു ഡാർക്ക് ബ്രൗൺ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡും ഞാൻ ഉപയോഗിക്കും. അപ്പോൾ ഇത് കൂടുതലായിട്ടും ന്യൂഡ് ഷെയ്ഡ്സ് ആയിരിക്കും എൻ്റെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഓരോ ലിപ് ഷെയ്ഡ്സും കണ്ടാലോ? ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലിപ് ഷെയ്ഡ് ഇതെൻ്റെ ഏറ്റവും ഫേവറേറ്റ് ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇതൊരു കൈൻഡ് ഓഫ് ഒരു പിങ്ക് ഷെയ്ഡാണ്. ദിസ് ഇസ് ട്രഫിൾ ടീസ് എന്ന് പറഞ്ഞിട്ട് പ്ലമ്മിൻ്റെ ഒരു ലിപ് ഷെയ്ഡാണ് കേട്ടോ. ഇത് പ്ലമ്മിൻ്റെ ട്രഫിൾ ടീസ് എന്ന് പറഞ്ഞിട്ടുള്ള 131 എന്നാണ് ഈ ഷെയ്ഡിൻ്റെ പേര്. ഇതൊരു കൈൻഡ് ഓഫ് പിങ്ക് ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് ഭയങ്കര കിടിലനാണ്. ഇതൊരു മാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫിനിഷാണ് ഇത് തരിക. അതുപോലെ തന്നെ നമുക്ക് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്യും. ഞാനിപ്പോൾ ഇത് രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കൈൻഡ് ഓഫ് ഒരു വൈകുന്നേരം വരെയൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതിൻ്റെ കൂടെയാണ് കൂടുതലും ഞാൻ മിക്സ് ചെയ്യാറുള്ളത്. എൻ്റെ ഏറ്റവും ബേസ് ഷെയ്ഡ് മോസ്റ്റ്ലി ഇതായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിട്ട് ഞാൻ ഷെയ്ഡ് കാണിച്ചു തരാം. ഇതിൻ്റെ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യം എൻ്റെ കയ്യിൽ അപ്ലൈ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത്. കാണണ്ടടാ, ഈ ഒരു പിങ്ക് ഒരു കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത്. ഒരു റെഡും ഒരു പിങ്കും ഒക്കെ ചേർന്ന ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇതൊരു അടിപൊളി ലിപ്സ്റ്റിക്കാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് കൈൻഡ് ഓഫ് ഒരു ലിപ്സ്റ്റിക്കിൽ ഒരെണ്ണമാണിത്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ എപ്പോഴും ഞാൻ ലെയർ ചെയ്യുന്നത് ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മുടെ മെയ്ബിളിൻ്റെ ഷെയ്ഡ് 65 ആണ്. ഓക്കെ, 65 ആണ് ഷെയ്ഡ് നമ്പർ വരുന്നത്. മെയ്ബിളിൻ്റെ ആണ് ഇത്. ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു പിങ്ക് കൂടിയ ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് ഞാൻ എപ്പോഴും എന്താ പറയുക, ഞാനിത് എപ്പോഴും ലെയർ ചെയ്യാറ്. ഇതിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു ഷെയ്ഡ് തോന്നും, പക്ഷേ ആ ഷെയ്ഡല്ല ശരിക്കും നമ്മൾ അപ്ലൈ ചെയ്ത് വരുമ്പോൾ. അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് നമ്മൾ ഫസ്റ്റ് ഇട്ട ഷെയ്ഡിൻ്റെ മുകളിൽ ഞാൻ എപ്പോഴും ഇത് ലെയർ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഷെയ്ഡ് ഒരു ന്യൂഡ് പിങ്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ കറക്റ്റ് എക്സാക്റ്റ് കളർ നിങ്ങൾക്ക് കാണുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. സോ ഇത് ലെയർ ചെയ്യാനായിട്ട്, ഏറ്റവും ടോപ്പിൽ ലെയർ ചെയ്യാനായിട്ട് ഇത് കിടിലനാണ്. ഇത് നമ്മൾ കഴുകി കളഞ്ഞാലും പോവില്ല എന്നുള്ളൊരു രീതിയാണ്. നമ്മുടെ എന്താ പറയുക, ഞാനിപ്പോൾ ലിപ്പ് ഓയിൽ വെച്ചിട്ടാണ് ഇത് വാഷ് ഔട്ട് ചെയ്യാറ്. അത് ഉരയ്ക്കുമ്പോൾ തന്നെ ഇത് കഷ്ടപ്പെട്ടാണ് ഇത് വരിക. അത്രയ്ക്കും ലോങ് ലാസ്റ്റിംഗ് ആണ് ഇത്. കുറേ നേരം നിൽക്കും. ഇത് രാവിലെയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ രാത്രിയൊക്കെ വരെ സിമ്പിളായിട്ട് നിൽക്കും. ഇതും ഒരു മാറ്റ് ഫിനിഷ് ഇതാണ്. ഞാൻ ഗ്ലോസി ടൈപ്പ് അങ്ങനെ ഞാൻ ഉപയോഗിക്കാറില്ല. സോ ഇതും ഒരു മാറ്റ് ഫിനിഷുള്ള ഒരു ലിപ് ഷെയ്ഡാണ്. ഇതും എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. ഇത് രണ്ടുമാണ് ഞാൻ എപ്പോഴും കോംബോ ചെയ്യാറുള്ള. എൻ്റെ വീഡിയോസിൽ മിക്കപ്പോഴും നിങ്ങൾ കാണുന്ന കോംബോ എഫക്റ്റ് ഇവർ രണ്ടുപേരും ആയിരിക്കും. നെക്സ്റ്റ് ലിപ്സ്റ്റിക്ക് എന്ന് പറയുന്നത് ഇതൊരു ബ്രൗൺ ഷെയ്ഡുള്ള ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് നൈക്കയുടെ ആണ്. ഇതിൽ പകുതി ഞാൻ ഇവിടുന്ന് മേടിച്ചതും പകുതി ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചതാണ്. നൈക്കയുടെ ഷെയ്ഡ് റോസ് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്.
നൈക്കയുടെ തന്നെ ഒരു റോസ്. ഇതും ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ്. ഇതൊരു ബ്രൗൺ കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്കാണ്. ഇത് നമ്മൾ കാണുമ്പോൾ അത്ര ബ്രൗൺ ആയിട്ട് തോന്നില്ല, പക്ഷേ ഇടുമ്പോൾ കുറച്ച് ഡാർക്കായിട്ട് ഫീൽ ചെയ്യാറുണ്ട്. ഇത് ഞാൻ ലിപ്പ് ലൈനറായിട്ടും വരച്ചു കൊടുക്കാറുണ്ട്. ഇതൊരു കൈൻഡ് ഓഫ് ഉപയോഗിച്ചെല്ലാം തീർന്നു. സ്റ്റിൽ ഇതൊരു ഡാർക്ക് ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ ആണ്. ഓക്കെ, ഇത് അത്യാവശ്യം നല്ലൊരു ഷെയ്ഡാണ്. നമ്മളൊരു പേസ്റ്റൽ സാധനമൊക്കെ ഇടുന്ന സമയത്ത് ഞാൻ കൂടുതലും ഇത് വൈറ്റ് അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ഒരു ഡ്രസ്സിലേക്കൊക്കെ പോകുമ്പോൾ ഞാൻ ഈ ഒരു ഷെയ്ഡാണ് ഉപയോഗിക്കാറുള്ളത്. എനിക്ക് ഈ ന്യൂഡ് ഷെയ്ഡ്സ് കുറച്ച് ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഡാർക്കായിട്ട് ഉപയോഗിക്കുന്ന ബ്രൗൺ എൻ്റെ ഈ ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് കൊള്ളാലോ. ഓക്കെ, അതാണ് ഈ നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക്. ഇനി ഇത് പ്ലമ്മിൻ്റെ ഇതിൻ്റെ 2 ഉണ്ട്. പ്ലമ്മിൻ്റെ പ്ലമ്മിൻ്റെ എന്തോ ഒരു പ്രോഡക്റ്റ് മേടിച്ചപ്പോൾ അവർ എനിക്ക് ഫ്രീ ബീസ് തരുമല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾക്ക് ഫ്രീ ബീസ് കിട്ടിയതാണ് ഇത് രണ്ടും. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഞാൻ മേടിച്ചതാണ്. എനിക്കത് കിട്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ടു, ആ ഫ്രീ ബീസ് കണ്ട് ഇഷ്ടപ്പെട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ് ഈ 2 ലിപ്സ്റ്റിക്സ്. ഇത് ഞാൻ അധികം ഇടാറില്ല. ഒരു വയലറ്റ് ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. എനിക്ക് ആ ഒരു ഡാർക്ക് ഒരു സാധനം ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇത് അധികം ഉപയോഗിക്കാറില്ല. പക്ഷേ ഇത് എൻ്റെ എപ്പോഴത്തെ ഫേവറേറ്റാണ്. ഇതിൻ്റെ ഷെയ്ഡ് കാണാനില്ല. ഓക്കെ, ഇതിൻ്റെ ഷെയ്ഡ് 136 ആണ്. ഈ ഒരു വയലറ്റിൻ്റെ ഷെയ്ഡ് വരുന്നത് 136ഉം ഇതിൻ്റെ വരുന്നത് ഒരു 125 ആണ്. 125 and 136. ഇത് പീച്ച് ഇയർ ആണ്. ഇത് വയലറ്റ് വാൻഡ് എന്നാണ് ഇതിൻ്റെ പേര്. വയലറ്റ് വാൻഡ് ആൻഡ് പീച്ച് ഇയർ. ഓക്കെ, ഈ വയലറ്റ് വാൻഡ് ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇതൊരു ക്രയോൺ ആണ് കേട്ടോ, ലിപ് ക്രയോൺ ആണിത്. നമുക്ക് യൂഷ്വലി നമ്മുടെ ഇതുപോലെ നമ്മുടെ ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഇത് മാറ്റല്ല, ഇതൊരു ചെറിയൊരു മാറ്റാണ്, പക്ഷെ ഒരു കുറച്ച് ലോങ് ലാസ്റ്റിംഗ് കുറവാണ് ഇതിന് കണ്ടോ, ഒരു വയലറ്റ് ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ഇതിന് കിട്ടുന്നത്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല ഈ ഷെയ്ഡ്, പക്ഷേ ഇത് ഞാൻ അടിപൊളിയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ആൻഡ് ദിസ് ഇസ് ക്രയോൺ 125 പീച്ച് ഇയർ. ഇതും ഒരു ക്രയോൺ ലിപ്സ്റ്റിക്കാണ്. ഇത് കണ്ടോ, ഇട്ടിട്ട് അതിൻ്റെ മുനയൊക്കെ പോയിട്ടുണ്ട്. സ്റ്റിൽ ഇതിൻ്റെ ഷെയ്ഡ് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ഷെയ്ഡ് വരുന്നത്. ഒരു കിഡിലൻ ഒരു ഷെയ്ഡാണ് ഇത്. ഭയങ്കര ഒരു നൂഡ് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്, പക്ഷേ ഇത് നമുക്ക് നല്ല എല്ലാ ഒരു ഇതിൻ്റെയും കൂടെ പോകുന്ന ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പ്രത്യേകിച്ച് ഒരു ബ്രൗൺ സ്കിന്നൊക്കെ ആണെങ്കിൽ നമുക്കത് കണ്ണും പൊട്ടി മേടിക്കാം. ഇത് കിഡിലൻ ഒരു ലിപ് ഷെയ്ഡാണ്. ഇത് പ്ലമ്മിൻ്റെ ആണ്. അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത ലിപ് ഷെയ്ഡ് എന്ന് പറയുന്നത്, ഞാൻ ഓരോന്നിങ്ങനെ എടുത്താണ്. ഇത് വരുന്നത് മാക്കിൻ്റെ ഒരു ലിപ് ഷെയ്ഡാണ്. ഇത് എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ഇതിൽ ഞാൻ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ട് മേടിച്ച എൻ്റെ ഒരു ലിപ്സ്റ്റിക് എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് തോന്നുന്നു, എനിക്ക് എത്രയാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഞാനിത് ലുലു എന്നാണ് മേടിച്ചത്, നാട്ടിൽ നിന്നാണ് മേടിച്ചത്. പക്ഷേ ഇത് നൈക്കയെന്നാണ് ഞാൻ മേടിച്ചത്, ലുലുവിലെ നൈക്കയെന്നാണ് ഞാനിത് മേടിച്ചത്. ഇത് പക്ഷേ മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ്. ഈ സംഭവം എന്ന് വെച്ചാൽ കിഡിലൻ എന്ന് പറഞ്ഞാൽ കിക്കിഡിലൻ സാധനമാണിത്. ഇത് കഴിഞ്ഞിട്ട് ഇതിങ്ങനെ നമ്മുടെ എന്താ പറയുക, ക്രയോൺ ലിപ്സ്റ്റിക്ക് പോലെ തന്നെയാണ്. പക്ഷെ കണ്ടോ, ഇതിലൊന്നും ഇല്ല, എല്ലാം തീർന്നു. പക്ഷേ ഇത് ഒരു വണ്ടർഫുൾ ഷെയ്ഡാണ്. ഇത് ഷെയ്ഡ് കാണിക്കാൻ പോലും എനിക്ക് ഉരയ്ക്കാനായിട്ടില്ല. പക്ഷേ ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു എൻ്റെ ചിലപ്പോൾ എൻ്റെ ലിപ് ഷെയ്ഡുമായിട്ട് കറക്റ്റ് മാച്ചാണ് ഈ ഒരു ഷെയ്ഡ്. അപ്പോൾ ഇത് ഞാൻ എപ്പോഴും ഇട്ടിട്ട് ഇത് ഞാൻ നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കറക്റ്റായിട്ട് അതിൻ്റെ ഷെയ്ഡ് ഇത് ഉരച്ചെടുക്കാൻ ഇനിയില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ബ്രഷൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഇടുന്നത്. ഇത് പക്ഷേ ഒരു എന്താ പറയുക, മസ്റ്റ് ഹാവ് സാധനമെന്നാണ് ഞാൻ പറയുള്ളൂ. അത്രയ്ക്കും കിടിലനാണ് ഈ ഒരു ലിപ് ഷെയ്ഡ്. പക്ഷേ ഇത് ഇച്ചിരി എക്സ്പെൻസീവാണ്, പക്ഷേ ഒരു കിടിലനാണ്. ഇതിൻ്റെ സ്പൈസ് വേൾഡ് എന്നാണ് ഈ ഒരു ഷെയ്ഡിൻ്റെ പേര്. 883 സ്പൈസ് വേൾഡ് എന്നാണ് ഈ ഒരു ലിപ് ഷെയ്ഡിൻ്റെ പേര്. പക്ഷേ എന്താ പറയുക, വർത്ത് പ്രൈസാണ്. കിഡിലൻ ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും ഒരു ന്യൂഡ് ഷെയ്ഡിൻ്റെ കൂടെ ഏതൊരു അറ്റാറിൻ്റെ കൂടെയും, ഡാർക്ക് ആയിക്കോട്ടെ ലൈറ്റ് ആയിക്കോട്ടെ, എല്ലാത്തിൻ്റെ കൂടെ ഇത് സിങ്ക് ആവും.
ഇനി ന്യൂഡ് ഷെയ്ഡ്സിൻ്റെ ഒരു കലവറയാണ് ഇനി എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ അടുത്ത ന്യൂഡ് ഷെയ്ഡ് ഇസ് NYXൻ്റെ ആണ്. ഇതിൻ്റെ സത്യം പറഞ്ഞാൽ ഇതിൻ്റെ ഷെയ്ഡ് ഇതിൽ എഴുതിയിട്ടില്ല. ഇത് ഞാൻ ഓൺലൈൻ അല്ല മേടിച്ചത്, ഞാൻ കടയിൽ പോയിട്ടാണ് മേടിച്ചത്. അപ്പോൾ അത് കാരണം എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ഷെയ്ഡ് അറിയില്ല. ഞാൻ ഇതിൻ്റെ ഓൺലൈൻ ഇത് ചെക്ക് ചെയ്തിട്ട് ഞാൻ ഓൺലൈൻ ഉണ്ടെങ്കിൽ ഞാനത് എൻ്റെ ഇതിൽ ടാഗ് ചെയ്തേക്കാം. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഒരു ഡബിൾ സൈഡ് ഒരു സംഗതിയാണ്. സോ ഇവിടെ നമ്മുടെ ലിപ് ഗ്ലോസ് ആണ്. ഒരു സൈഡ് എടുത്താൽ ഇതാ നല്ല സൂപ്പർ ലിപ് ഗ്ലോസ് കിട്ടും. ആൻഡ് അപ്പുറത്തെ സൈഡിലാണ് നമ്മുടെ നമ്മുടെ ലിപ് ഷെയ്ഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതും ഒരു നൈസ് ബ്രൗൺ ആണ്. ഇന്ന് ഞാൻ ഇട്ടിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഈ ഒരു ഇതും പിന്നെ ഒരു പിങ്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഇട്ടേക്കണം. അതും NYXൻ്റെ തന്നെയാണ്, ഞാൻ കാണിച്ചു തരാം. ഇതും NYXൻ്റെ തന്നെയാണ്. NYXൻ്റെ തന്നെ ഒരു ഇതിൻ്റെയും ഷെയ്ഡ് എഴുതിയിട്ടില്ല. ഇത് രണ്ടും സെയിം മോഡലാണ്. രണ്ട് സൈഡിലും ലിപ് ഗ്ലോസ് ഉണ്ട് ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ അതിൻ്റെ ഷെയ്ഡ്സ് ഉണ്ട്. ഇത് രണ്ടുമാണ് ഇന്ന് ഞാൻ ഇട്ടേക്കുന്നത്. ഇതിൽ ചെറിയൊരു പിങ്ക് മിക്സേ ഉള്ളൂ. മോസ്റ്റ്ലി ഈ ഒരു ഷെയ്ഡാണ് ഞാൻ ഇന്ന് ഇട്ടേക്കുന്നത്. അപ്പോൾ ഈ രണ്ട് ഷെയ്ഡും ഞാൻ കാണിച്ചു തരാം. ഇതൊരു പക്ക നൂഡ് ഒരു ഷെയ്ഡാണ്. പക്ഷേ ഇത് ഭയങ്കര നമുക്ക് സ്കിൻ കൈൻഡ് ഓഫ് ആൾക്കാർക്ക്, നൂഡ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഇഷ്ടമാവും. ഒരു സ്കിൻ ടൈപ്പ് കിഡിലൻ ഈ ലാസ്റ്റ് ഷെയ്ഡാണ് കേട്ടോ ഈ ഒരു ഷെയ്ഡ് വരുന്നത്. കറക്റ്റായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി ഇതിൻ്റെ തന്നെ സെയിം ഞാൻ പറഞ്ഞ പിങ്ക് ഉണ്ടല്ലോ, ആ പിങ്കിനും അതൊരു പീച്ച് പിങ്ക്, ആ ഒരു കൈൻഡ് ഓഫ് സാധനമാണ് കേട്ടോ. ഇത് കുറച്ചൊരു ഫ്രഷ് ഒരു ലുക്കൊക്കെ കിട്ടുമ്പോൾ നമുക്കുള്ള ആ ഒരു ഷെയ്ഡാണ് ഈ ഒരു പീച്ച് ഷെയ്ഡ്. ഇതിങ്ങനെ കാണുമ്പോൾ കുറച്ച് ബ്രൈറ്റായിട്ട് തോന്നും, പക്ഷേ ഇട്ട് വരുമ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല കറക്റ്റായിട്ട്. ഇത് കാണുന്നില്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഈ ഏറ്റവും ലാസ്റ്റ് ഉള്ളതാണ് നമ്മുടെ ഈ ഒരു NYXൻ്റെ ലിപ് ഷെയ്ഡ്. ഇതിൻ്റെ രണ്ടിൻ്റെയും ഷെയ്ഡ് എനിക്കറിയില്ല, ഞാനത് നോക്കിയിട്ട് ആഡ് ചെയ്യുന്നതാണ്. നെക്സ്റ്റ് എൻ്റെ ഫേവറേറ്റ് ഒരു ലിപ് ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്തും രണ്ട് ന്യൂഡ് ഷെയ്ഡ്സ് തന്നെയാണ്. ന്യൂഡ് ബ്രൗൺ ഷെയ്ഡ്സ് ആണ്. സോ ദിസ് ഇസ് ഫ്രം മെയ്ബിലിൻ. എനിക്ക് ഈ ലിപ്സ്റ്റിക്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ബ്രാൻഡാണ് ഒന്ന് മെയ്ബിലിൻ, അതുപോലെ തന്നെ ഈ പ്ലം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ്. പക്ഷേ അത് ഇവിടെ കിട്ടൽ കുറവാണ്. പിന്നെ എനിക്ക് ഇഷ്ടമുള്ളതാണ് ഇവിടെ എനിക്ക് വന്നപ്പോൾ എൻ്റെ ഷെയ്ഡ്സ് ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡ്സ് എനിക്ക് കിട്ടി തുടങ്ങിയത് മെയ്ബിലിനിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മെയ്ബിലിൻ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു ബ്രാൻഡാണ് ഈ ഒരു ഇതിൽ. ഇതും നമുക്ക് രണ്ട് സൈഡും ഉള്ള ഒരിതാണ്. സോ ഇതിൻ്റെ ആക്ച്വലി ഈ സൈഡിൽ ലിപ് ബാമാണ്. ഇത് നമുക്കിങ്ങനെ പുറത്തേക്ക് എടുക്കാം, നമുക്ക് ലിപ് ബാമായിട്ട് യൂസ് ചെയ്യാം. ആൻഡ് ഇപ്പുറത്തെ സൈഡിൽ ഇസ് ദി കളർ, നമ്മുടെ ലിപ് ഷെയ്ഡ് ഇതിൻ്റെ ഷെയ്ഡ് ഇതിൻ്റെ ഒന്നും ഷെയ്ഡ് അവർ കൊടുത്തിട്ടില്ല. ഐ എം നോട്ട് ഷുവർ അബൌട്ട് ദിസ് ആസ് വെൽ. ഇതിൻ്റെ ഷെയ്ഡുണ്ട്. ഇത് ഇസ് 275 ആണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ. ഈ മെയ്ബിലിൻ്റെ ഇത് സൂപ്പർ സ്റ്റേ 24 കളർ എന്ന് പറയുന്ന ഒരു ഇതിൻ്റെയാണ്. സോ ഇറ്റ് ഇസ് 275, അതാണ് ഇതിൻ്റെ ഷെയ്ഡ് നമ്പർ വരുന്നത്. ഇത് ഒരു ഡാർക്ക് ഒരു ബ്രൗൺ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പക്ഷേ ഞാൻ ഇത് ലിപ്പ് ലൈനറായിട്ടും ഉപയോഗിക്കാറുണ്ട്. ദിസ് ഇസ് എ വെരി വെരി ഡാർക്ക് ഒരു ബ്രൗൺ കൈൻഡ് ഓഫ് സാധനം. പക്ഷേ ഇതിൽ തന്നെ ഒരു ചെറിയ ഒരു ലിപ്പ് ഗ്ലോസ് എഫക്റ്റും വരും. കുറച്ച് കഴിയുമ്പോൾ അത് ഡ്രൈ ആയി പോവും. പക്ഷേ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് നല്ല ഒരു ഗ്ലോസി എഫക്റ്റ് നമുക്ക് കിട്ടും. ഇത് കാണുന്നുണ്ടോ? ഈ ഒരു എഫക്റ്റാണ്, ഈ ഒരു ലാസ്റ്റ് ഷെയ്ഡാണ്. ആൻഡ് നെക്സ്റ്റ് ഒരു ഡാർക്ക് ലിപ് ഷെയ്ഡാണ്. ഇതും NYXൻ്റെ തന്നെയാണ്. ആൻഡ് ദിസ് ഇസ് ഓൺ ദ ഷെയ്ഡ് LXXL30 എന്നുള്ളൊരു ഷെയ്ഡാണിത്. LXXL30 എന്നുള്ളൊരു ഷെയ്ഡാണ്. ഇത് ഭയങ്കര ഒരു ഡാർക്ക് ബ്രൗൺ ആണ്. ഇത് നല്ല ഡാർക്ക് ബ്രൗൺ എന്ന് വെച്ചാൽ നല്ല കിഡിലും ഡാർക്ക് ബ്രൗൺ ആണ്. പക്ഷെ ഒരു എന്താ പറയുക, എനിക്കിഷ്ടമാണ് ഈ ഒരു ഷെയ്ഡ്. എനിക്കിങ്ങനെ ഡാർക്ക് ഞാൻ ഇടൽ കുറവാണ്. പക്ഷേ എനിക്ക് ആകെ ഡാർക്കിൽ ഇഷ്ടമുള്ളത് ഡാർക്ക് ബ്രൗൺ ആണ് ലിപ്സ്റ്റിക്സിൽ കേട്ടോ. അല്ലാതെ ഭയങ്കര റെഡ് വൈൻ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ ഇടാറില്ല. സോ ഈ ഒരു ഷെയ്ഡാണ്, ഈ ലാസ്റ്റത്തെ ആ ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക്കിന് വരുന്നത്. അറ്റ്സ് ഓൺ ദ ഷെയ്ഡ് നമ്പർ LXXL30. എൻ്റെ അടുത്ത ഫേവറേറ്റ് ഷെയ്ഡ് ഇസ് ദിസ് വൺ. ഇത് ഇസ് ഫ്രം ദ ബ്രാൻഡ്
മിലാനി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ബ്രാൻഡിൻ്റെയാണ്. ഇത് ഞാൻ വാൾമാർട്ടിൽ നിന്ന് മേടിച്ചാണ് ഇവിടുത്തെ. സോ ഇറ്റ്സ് സോ ഒബ്സെസ്ഡ് എന്ന് പറഞ്ഞിട്ട് 140 എന്നുള്ള ഷെയ്ഡിൽ സോ ഒബ്സെസ്ഡ്, അതാണ് ഷെയ്ഡ് നമ്പർ 140 ആണ്. ആൻഡ് ഇതും ഒരു ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്, ഭയങ്കര ഡാർക്ക് ബ്രൗൺ ആണ്. ഇതും ഒരു ക്രയോൺ ലിപ്സ്റ്റിക് ആണ്. ആൻഡ് ദിസ് ഇസ് ഇൻ ദി വെരി ഡാർക്ക്, ഒരു കൈൻഡ് ഓഫ് വെരി ഡാർക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല, എനിക്കിത് വെരി ഡാർക്കാണ് കേട്ടോ. സോ ദാ ഈ ഒരു ഷെയ്ഡ്, ഏറ്റവും ലാസ്റ്റ് കാണിക്കുന്ന ഈ ഒരു ഷെയ്ഡാണ് ഈ ഒരു ലിപ്സ്റ്റിക് വരുന്നത്. ഇത് ഞാൻ ബോത്ത് ലിപ്സ്റ്റിക്കായിട്ടും ലിപ് പെൻസിലായിട്ടും ഞാനിത് ഉപയോഗിക്കാറുണ്ട്. കൂടുതലായിട്ടും ലിപ്സ് പെൻസിലായിട്ടാണ് ഈ ഒരു ഇത് ഉപയോഗിക്കാറ്. കാരണം ഇത് ഒരു ക്രയോൺസ് ഒരു ടെക്സ്ചറാണ്, കണ്ടോ, ഒരു ക്രയോൺ ടെക്സ്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് നിൽക്കും. ഇത് ലോങ് ലാസ്റ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഇത് അത്യാവശ്യം ലോങ് ലാസ്റ്റ് ചെയ്യും, പക്ഷേ ഇത് പെട്ടെന്ന് സ്മഡ്ജ് ആവാറുണ്ട്. ഞാൻ കൂടുതലും ഇതിങ്ങനെ പെൻസിലായിട്ടല്ല ഉപയോഗിക്കാറ്. സോ ദാറ്റ് ഇത് പെട്ടെന്ന് സ്മഡ്ജ് ആവുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാൻ എപ്പോഴും ഒരു ടോപ്പ് ലെയർ കൊടുക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ലാന്നേ പറയാൻ പറ്റുള്ളൂ. അടുത്ത എൻ്റെ 2 ലിപ് ഷെയ്ഡ്സ് എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും ആക്ച്വലി ഒരു ലിപ്സ്റ്റിക്കിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഒരു ലിപ് ഗ്ലോസ് എന്ന് പറയുന്നതായിരിക്കും നല്ലത്. കാരണം ഈ 2 ലിപ്സ്റ്റിക് ആയാലും ഒരെണ്ണം ഈസ് ഫ്രം ലോറിയൽ ആൻഡ് വേറെ ഒരെണ്ണം ഈസ് ഫ്രം മെയ്ബിലിൻ. ഇത് രണ്ടും എനിക്ക് തന്ന ഒരു എഫക്റ്റ് എന്ന് വെച്ചാൽ ഇതൊരു ഗ്ലോസി ടൈപ്പ് ഒരു സാധനമാണ്. ഇതിന് കറക്റ്റ് ഒരു ചെറിയ ടിൻറ്റഡ് ഒരു ഷെയ്ഡുള്ള ഒരു ലിപ് ഗ്ലോസ്, അങ്ങനെ ഇത് പറയാൻ പറ്റുള്ളൂ. കാരണം ഇത് എക്സാക്ട്ലി ഒരു ലിപ് ഗ്ലോസ് ആണ്. ഈ ഒരു ലോറിയൽ പാരസിൻ്റെ, ഞാൻ ഒരെണ്ണം കഴിഞ്ഞിട്ട് ഇതിലേക്ക് കിടക്കാം. സോ ലോറിയൽ പാരസിൻ്റെ ദിസ് ഇസ് ഷെയ്ഡ് 120 റോസ് ഹാർമണി. ഇതിൻ്റെ ഈ ഒരു ഷെയ്ഡ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും കിഡിലൻ ഷെയ്ഡാണെന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഇത് മേടിച്ചത്. സോ ഞാൻ വിചാരിച്ചത് ഇത് നല്ല കിഡിലിനൊരു കറക്റ്റ് ഷെയ്ഡ് തരുന്ന ഒരു ലിപ്സ്റ്റിക്കാണെന്ന് വിചാരിച്ചു. പക്ഷേ ലിപ്സ്റ്റിക് എന്നൊക്കെയാണ് അവരത് പറയുന്നത്, പക്ഷേ ദിസ് ഈസ് എ കൈൻഡ് ഓഫ് ഒരു, കണ്ടോ, ഇത് കാണുമ്പോഴും എനിക്കറിയില്ല, പക്ഷേ ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഇസ് മോർ ലൈക്ക് ഒരു ക്രീമി ഒരു ടെക്സ്ചറാണ്. ഇതൊരു ലിപ് ഗ്ലോസ് കൈൻഡ് ഓഫ് ടെക്സ്ചറാണ്. ഇതങ്ങനെ അങ്ങ് ബ്ലെൻഡായി അങ്ങ് വേഗം പോകുന്ന ഒരു കൈൻഡ് ഓഫ് സാധനമാണ്. സോ ഇത് അങ്ങനത്തെ ഒരു ഇതാണ്. ഞാനിത് ഇപ്പോൾ ലിപ്പിൽ അപ്ലൈ ചെയ്താലും കുറച്ച് നേരം കഴിഞ്ഞാലും ഇത് വേഗം അബ്സോർബ് ആയി പോകും. ഒരു ലിപ് ഗ്ലോസ് കൈൻഡ് ഓഫ് ഒരു എഫക്റ്റാണ് എനിക്ക് തന്നിട്ടുള്ളത്. സോ ഈ ഒരു ഷെയ്ഡ് കണ്ട് നിങ്ങളിത് മേടിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു ഷെയ്ഡൊന്നും ലിപ്സ്റ്റിക് ഷെയ്ഡ് കണ്ട് മേടിക്കേണ്ടതെന്നേ ഞാൻ പറയുള്ളൂ. കാരണം ഈ ഒരു ഷെയ്ഡുള്ള ലിപ്സ്റ്റിക് അല്ല ഇത് ആക്ച്വലി. പക്ഷേ ഇതൊരു ലിപ് ഗ്ലോസ് ആയിട്ട് ഇടാൻ അടിപൊളിയാണ്. ഞാൻ ഇത് കൂടുതലായിട്ടും ലെയർ ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ എനിക്കൊരു ഗ്ലോസി എഫക്റ്റ് വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇത് ടോപ്പിൽ ഇടാറുണ്ട്. അല്ലെങ്കിൽ ചുമ്മാ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്താണെങ്കിൽ നമുക്കിത് ചുമ്മാ ഒരു ലിപ് ഗ്ലോസ് പോലെ ഇട്ടുകൊണ്ട് നടക്കാൻ അടിപൊളിയാണ്. ആൻഡ് കമ്മിങ് ടു ദിസ് വൺ, ഇതും ഒരു ദിസ് ഇസ് ഓൺ ദ ഷെയ്ഡ് 10 ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ലിപ്പി, ഓക്കെ, ഷെയ്ഡ് നമ്പർ 10 ലിപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇത് നമ്മുടെ മെയ്ബിലിൻ ന്യൂയോർക്കിൻ്റെ ഒരു ഷെയ്ഡാണ്. ഇതൊരു പിങ്ക് കളറാണ്. ഇതിൻ്റെ അതെ ഈ ഒരു കളർ കണ്ടപ്പോൾ ഞാനും വിചാരിച്ചു ഇത് അടിപൊളി, ഈ ഒരു കളർ കറക്റ്റ് ഈ ഒരു ഷെയ്ഡ് കിട്ടും എന്ന് ഞാൻ വിചാരിച്ചു. പക്ഷേ ഈ ഒരു ഷെയ്ഡല്ല ഇതിന് ആക്ച്വലി അകത്തുള്ളത്. ഒരു പിങ്ക് കൂടുതലുള്ള ഒരു ഷെയ്ഡായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതും ഒരു വാട്ടറി കൈൻഡ് ഓഫ് സാധനമാണ്. ഇതും നമുക്ക് ആ ഒരു കറക്റ്റ് ആ ഒരു ലിപ് ഷെയ്ഡിൻ്റെ കളറുണ്ടല്ലോ, അത് നമുക്ക് കിട്ടുന്നില്ല. ഇത് ഏറ്റവും അവസാനത്തെ, ഇപ്പം ഞാൻ അപ്ലൈ ചെയ്തിരിക്കുന്ന ഏറ്റവും അവസാനത്തെ ഷെയ്ഡാണിത്. സോ ഇത് ഒരു കൈൻഡ് ഓഫ് ഒരു ലിപ് ഗ്ലോസ് തന്നെയാണ്. ഇതിന് വേണമെങ്കിൽ കുറച്ചുകൂടി ടിൻറ്റ് കൂടുതലാണ്. നേരത്തെ പറഞ്ഞ ലോറിയലിൻ്റെ ഇതിനേക്കാളും കുറച്ചുകൂടി ടിൻറ്റഡ് ആണിത്. പക്ഷേ ഒരു എന്തോ ഒരു വശപ്പശകുള്ളൊരു സാധനം എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊരു ലിപ് സ്റ്റിക്കായിട്ട് എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയിട്ടില്ല. ഒരു ലിപ് ഗ്ലോസ് ഒക്കെ ആണെങ്കിൽ, ടിൻറ്റഡ് ലിപ് ഗ്ലോസ് ആയിട്ടാണെങ്കിൽ ഇത് അടിപൊളിയാണ്. അങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ആൻഡ് ഇനിയുള്ളത് 2 ഫേവറേറ്റ് ലിപ്പ് ലൈനേഴ്സാണ് ആക്ച്വലി. ഇത് ഹുദ കളർ എന്ന് പറഞ്ഞിട്ട്, ഇത് എനിക്ക് തോന്നുന്നു നാട്ടിൽ നിന്ന് എപ്പോഴോ മേടിച്ചൊരു ലിപ്പ് ലൈനറാണ്. ലിപ്പ് ലൈനേഴ്സ് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. അപ്പോൾ ഞാൻ എവിടെയെങ്കിയോ കണ്ട് എനിക്കിഷ്ടപ്പെട്ട് വല്ലപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ എനിക്കിഷ്ടപ്പെട്ടാൽ ഞാൻ അത് മേടിക്കുന്നു. എനിക്ക് ലിപ്പ് ലൈനറൊന്നും ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. ഈ ലിപ്സ്റ്റിക്ക് തന്നെയാണ് ഞാൻ ലിപ്പ് ലൈനറായിട്ട് ഉപയോഗിക്കാറുള്ളത്. സോ എനിക്ക് ആകെയുള്ള 2 ലിപ്പ് ലൈനേഴ്സ് ഇതാണ്. ഒന്ന് ഇസ് ഫ്രം നൈക്കയുടെയാണ്. ഒരെണ്ണം നൈക്കയുടെ ചോക്ലേറ്റ് ബോയ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഷെയ്ഡാണ്. ദിസ് ഇസ് മൈ ഒരു ലിപ്പ് ഗ്ലോസ്. ഇത് നൈക്കയുടെ ചോക്ലേറ്റ് ബോയ് എന്ന് പറയുന്ന ഒരു ലിപ് ഷെയ്ഡാണ്. ഇത് ഭയങ്കര ഒരു നൂഡാണ്, ഭയങ്കര നൂഡ് ഷെയ്ഡാണ്. എനിക്കറിയില്ല നിങ്ങൾക്കിത് എത്രത്തോളം കാണാൻ പറ്റും
എന്നെനിക്കറിയില്ല, പക്ഷെ സ്റ്റിൽ ഇതാണ് ഏറ്റവും അവസാനം എഴുതിക്കുന്നതാണ് ഈ ഒരു ചോക്ലേറ്റ് ബോയ് എന്ന് പറയുന്ന നൈക്കയുടെ ഈ ഒരു ലിപ്പ് പെൻസിൽ. ആൻഡ് ഇത് ഹുദ കളർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ, ഇതൊക്കെ എവിടെ നിന്ന് ഞാൻ മേടിച്ചു എന്ന് പോലും എനിക്കറിയില്ല. ഇതിന് ഷെയ്ഡില്ല ഗൈസ്. നമ്പർ 127 എന്ന് എഴുതിയിട്ടുണ്ട്, എനിക്ക് തോന്നുന്നു അതായിരിക്കും ഇതിൻ്റെ ഷെയ്ഡ്. നമ്പർ 127 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ ഷെയ്ഡ്. ഇതൊരു നമ്മുടെ നൈക്കയുടെ തന്നെ ഒരു ലിപ് ഷെയ്ഡ് ഉണ്ടായിരുന്നു, നമ്മുടെ മദ്രാസ് കാപ്പി അല്ലാന്ന് തോന്നി. ഈ കളർ ഒരു ലിപ് ഷെയ്ഡ് ഇതെൻ്റെ കയ്യിലുണ്ടായിരുന്നു പണ്ട്. ആ ഒരു എന്തോ റോസ് ജൂഡ് റോസോ അങ്ങനെ എന്തോ ഒരു ഷെയ്ഡ് ഉണ്ടായിരുന്നു. ആ ഒരു ഷെയ്ഡിനോട് മാച്ചായി പോകുന്ന ഒരു ലിപ്പ് പെൻസിലായിരുന്നു ഇത്. സോ ഞാൻ പണ്ട് എൻ്റെ കയ്യിലുണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ ഇത് നാശമായിപ്പോയി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലിപ് ഷെയ്ഡായിരുന്നു നൈക്കയുടെ മദ്രാസ് കാപ്പി. ഓഫ്കോഴ്സ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരെണ്ണമായിരുന്നു എന്തോ ഒരു റോസ്, എനിക്കത് കറക്റ്റ് അറിയുന്നില്ല. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ സ്യൂട്ടായി പോകുന്ന ഒരു ലിപ്പ് പെൻസിലായിരുന്നു ഇത്. അതുകൊണ്ടാണ് ഇത് മാത്രം ഇപ്പോഴും എൻ്റെ കയ്യിലുണ്ട്. പക്ഷെ മറ്റേത് രണ്ടും തീർന്നു പോയി ഗൈസ്. എനിക്ക് ഇവിടെ നൈക്ക കിട്ടാത്തതുകൊണ്ട് നാട്ടിൽ പോയിട്ട് വേണം എനിക്ക് അത് രണ്ടും മേടിച്ച് സ്റ്റോക്ക് ചെയ്യാനായിട്ട്. സോ ഇതാണ് എൻ്റെ ലിപ്പ് പെൻസിൽ, ഈ ഒരു ഹുദ കളറിൻ്റെ ലിപ്പ് പെൻസിൽ ഷെയ്ഡ് 127. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഫേവറേറ്റ് ലിപ്പ് ഷെയ്ഡ്സ്, അല്ലെങ്കിൽ ഞാൻ ഉപയോഗിക്കുന്ന ലിപ്പ് ഷെയ്ഡ്സും ലിപ്പ് ഗ്ലോസും ഒക്കെ ഇതാണ് ഞാൻ കൂടുതലായിട്ട് ഉപയോഗിക്കാറുള്ളത്. എൻ്റെ ഡെയിലി ലൈഫിലായാലും ഞാനിപ്പോൾ വീഡിയോസിനായിട്ടായാലും എല്ലാത്തിലും ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഈ ഷെയ്ഡ്സൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് ഒരെണ്ണത്തിൻ്റെ മുകളിലും എന്താ പറയുക മിക്സ് ചെയ്തൊക്കെ ഞാൻ ഇതിങ്ങനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ലിപ്സ്റ്റിക്സും അതിൻ്റെ ലിപ്പ് ഷെയ്ഡ്സും ലിപ്പ് ഗ്ലോസും എല്ലാം എൻ്റെ ഫേവറേറ്റ് ഒരു കൈൻഡ് ഓഫ് സാധനങ്ങൾ ഇത്രയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയിൽ പിന്നെയും കാണാം. താങ്ക് യു, ബൈ ബൈ.